ഈ വീഡിയോയിൽ കാണുന്ന ഗെയിമർ കീബോർഡ് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഈ ലോകത്തിൽ ഓരോ തവണ ഒരു കീ അമർത്തുമ്പോഴും അതിനുള്ളിലെ ചെറിയ ആളുകൾ സ്ക്വാറ്റ് ചെയ്യേണ്ടിവരും. നിർഭാഗ്യവശാൽ ഈ ഗെയിമർ ദിവസം മുഴുവൻ കീബോർഡ് ഉപയോഗിച്ച് അവരെ കഷ്ടപ്പെടുത്തുന്നു. WSD എന്നീ കീകൾക്ക് മുകളിലുള്ള 4 ചെറിയ ആളുകൾക്ക് ദിവസവും ആയിരക്കണക്കിന് സ്ക്വാറ്റുകൾ ചെയ്യേണ്ടി വരുന്നു. വലിയ സ്പേസ് ബാർ കീ അമർത്താൻ ഒരു കൂട്ടം ആളുകൾക്ക് ഒരുമിച്ച് നിൽക്കേണ്ടി വരും. ആരോ കീകൾക്ക് ഒരിക്കലും വിശ്രമമില്ല. അവർ എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും. ആൾട്ട് കീയിലെ ആളുകൾ എനർജി ഡ്രിങ്കുകൾ കുടിച്ചാണ് ജീവിക്കുന്നത്. ടാപ്പ് കീയിലെ ആളുകളുടെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. ഒരുപാട് ഉപയോഗം കാരണം അവർ ജീർണാവസ്ഥയിലാണ്. അതേസമയം മറ്റ് പ്രധാനമല്ലാത്ത കീകൾക്ക് കീഴിലുള്ള ആളുകൾ സന്തോഷത്തോടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. F1 മുതൽ F12 വരെയുള്ള ഫംഗ്ഷൻ കീകൾക്ക് കീഴിലുള്ള ആളുകൾ വെയിൽ കാഞ്ഞ് ജ്യൂസ് കുടിച്ച് വിശ്രമിക്കുന്നു. പോസ് കീയിലുള്ളയാൾ ഒന്നും ചെയ്യാതെ ചുറ്റും കറങ്ങി നടക്കുന്നു. ചെറിയ കീബോർഡിലുള്ളവർക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർ ഒരു അവധിക്കാലം ആഘോഷിക്കുന്നതുപോലെയാണ്. അവർ അവരുടെ യഥാർത്ഥ ലക്ഷ്യം മറന്നുപോയി. പെട്ടെന്ന് ഗെയിമറുടെ കാമുകി അവിടേക്ക് വരുന്നു. പരിഭ്രാന്തനായ ഗെയിമർ Alt+Tab അമർത്തി ഗെയിം മറയ്ക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട മറ്റാളുകൾ ഞെട്ടിപ്പോവുകയും ഗെയിമറെ ചീത്ത വിളിക്കുകയും ചെയ്തു. വീണ്ടും Alt+Tab അമർത്തുമ്പോൾ ടാബ് കീയിലെ ആളുകൾക്ക് ജീവൻ തിരിച്ചു കിട്ടി. ഇത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കീബോർഡ് കേടായി. കീബോർഡിന്റെ നിലവാരം കുറവാണെന്ന് പറഞ്ഞ് ഗെയിമർ കീബോർഡ് ചവറ്റുകുട്ടയിലിട്ടു. ഓരോ തവണ കീബോർഡ് കേടാകുമ്പോഴും അതിലെ ആളുകൾക്ക് വീടില്ലാതാകും. അതിനാൽ നിങ്ങളുടെ കീബോർഡ് നന്നായി നോക്കുക.